ഊണ് കാലായി. എന്നാൽ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഞാൻ ആദ്യം എടുക്കുന്നത് ചോറാണ്. ചോറെടുക്കാതെ ഒരു പരിപാടിയില്ല അല്ലേ നമുക്ക്. അങ്ങനെ എന്തായാലും ചോറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പം സാധാരണ നമുക്കിവിടെ സൗത്ത് ആഫ്രിക്കയിൽ എപ്പോഴും അങ്ങനെ ചീനിയൊന്നും കിട്ടാറില്ല. അപ്പം ആ ചീനി കിട്ടാത്ത സമയത്ത് എനിക്ക് ചീനി ഫ്രീസറിലൊക്കെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചീനി കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് കിഴങ്ങ് എടുത്ത് മെഴുക്ക് വരട്ടാമെന്ന്. അപ്പോൾ ശരിക്കും കിഴങ്ങ് ഇങ്ങനെ മെഴുക്ക് വെട്ടി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ ആ ഒരു ചീനി കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഈ മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ ചീനിയും മീൻകറിയും കൂടെ ഉള്ള ആ സെയിം ഒരു കോമ്പിനേഷൻ്റെ ടേസ്റ്റാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ കിഴങ്ങും അതുപോലെ മീൻകറിയൊക്കെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ കഴിക്കാറുണ്ട്. ശരിക്കും നമ്മൾ ചീനി കഴിക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ ചീനിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്, ചീനി വെക്കുന്ന പോലെ. അപ്പം ഞാൻ ലിങ്ക് കൊടുത്ത് വെക്കാൻ കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കാണണം.